ടൈക്കൂൺസ് ഇൻ്റർനാഷണൽ സ്വിച്ച് ദ ലിമിറ്റ്ലെസ് ക്യാബിയ കാർഡ്. അപ്പോൾ ഇനി ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഒരു വലിയ സ്കാമിനെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് സ്കാം, അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നത് എന്നുള്ളൊരു കാര്യം ഞാൻ ഫസ്റ്റ് പറയാം. ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പോകുന്നത്, ഇല്ലെങ്കിൽ ഇവർ കൂടുതൽ ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത് 18 വയസ്സിനും അതേപോലെ തന്നെ 20 വയസ്സിനും താഴെയുള്ള ചെറിയ ചെറിയ പിള്ളേരിനാണ്. അപ്പോൾ എങ്ങനെയാണ് ഇവർ സ്വാധീനിക്കുന്നത് പറഞ്ഞാൽ, ഇന്ന് ഞാനിവിടെ വന്നത് ചുവന്ന ബെൻസ് കാറിലാണ് സുഹൃത്തുക്കളെ. ചുവന്ന ബെൻസ് കാറിൽ വലിയ വലിയ കാറുകളും, അത് നിങ്ങൾ ലംബോർഗിനി, ഇവർ വിചാരിക്കാത്ത മെർസിഡീസ് ബെൻസ്, അങ്ങനെയുള്ള ഒരുപാട് കാറിൻ്റെ റീലും അതേപോലെ തന്നെ ഓവറായിട്ട് ഇവൻ്റെ ഒരു നല്ല ലൈഫ് സ്റ്റൈലും കാണിച്ച് ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പേര് പറഞ്ഞിട്ട് അതിൻ്റെ ആഡംബരമായിട്ടുള്ള ഫേക്ക് വീഡിയോകൾ കാണിച്ചിട്ടാണ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പിള്ളേരെ ഈ ഒരു പ്രൊജക്റ്റിലേക്ക് ഇവർ കൊണ്ടുവരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു പ്രൊജക്റ്റ് എന്തുകൊണ്ടാണ് സ്കാം, ഞാൻ നിങ്ങൾക്ക് നേരത്തെ എല്ലാ ടെക്നിക്കൽ പരമായിട്ട് അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിൻ പരമായിട്ട് സ്വിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കോയിനെ പറ്റി അല്ലെങ്കിൽ ടോക്കണെ പറ്റി പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിലും എന്നിട്ടും മനസ്സിലാവാതെ ഇപ്പോഴും റീസെൻ്റ്ലി 18 വയസ്സ് തൊട്ട് മേലെയുള്ള കുട്ടികൾ എൻ്റെ അടുത്ത് ഒന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് എടുത്ത ഉടനെ തന്നെ സ്കാമാവെന്ന് പറയാം. ഇന്ന് റീസെൻ്റ്ലി ടൈക്കൂൺസ് ഇൻ്റർനാഷണലിൻ്റെ ഒരു റീൽ എടുത്ത് നോക്കിയാൽ മതി. അവിടെ മെയിനായിട്ട് ഒരു പുള്ളി നിൽക്കുന്നുണ്ട്, മുഹമ്മദ് ഫൈസൽ എന്നാണ് ആളുടെ പേര്. അപ്പോൾ ആൾ എന്തുകൊണ്ടാണ് ഇതിൽ ഏറ്റവും കൂടുതൽ സ്കാം ചെയ്യാന്ന് പറഞ്ഞാൽ, ആൾറെഡി ആൾ MCT എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് ചെയ്തിട്ട് 200 കോടിയോളം ഈ ഒരു സ്കാം നടത്തിയ ആൾക്കാരെ പറ്റിച്ച് ഇവിടെ നിന്ന് കള്ള പാസ്പോർട്ട് ഉണ്ടാക്കി അഫ്ദാവിയിൽ ഇല്ലെങ്കിൽ ദുബായിൽ നിങ്ങൾ പറയുന്ന പോലെ തന്നെ പോയിട്ട് അവിടെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതേ ആളുടെ അന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഡിയ ആണ് ഈ ഒരു സ്വിച്ച് എന്ന് പറഞ്ഞിട്ടുള്ളതും. അയാൾ തന്നെയാണ് നമുക്കിവിടെ പ്രൊമോട്ട് ചെയ്യുന്നതും. അയാൾ തന്നെയാണ് ഈ ഒരു ദുബായിലൊക്കെ പിള്ളേരോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ തന്നെ ആൾറെഡി നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇത് ഏറ്റവും നല്ല രീതിയിൽ ഇനി പുതിയതായിട്ട് വരുന്ന ഒരു സ്കാമാണ്, ഇല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ പറ്റിക്കാൻ പോകുന്ന ഒരു സംഭവമാണ് നിങ്ങൾക്ക് മനസ്സിലാക്കണം. അപ്പോൾ ഇതൊക്കെ ചോദിക്കാൻ ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ, ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് തിരിച്ചും ചോദിക്കാം. നിങ്ങൾക്ക് മൊബൈലുണ്ട്, ഒരുപാട് ഓപ്ഷനുകളുണ്ട്, നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് എല്ലാ പ്രൂഫും അവിടെ കാണുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടും ഇതിൽ പോയി ഇങ്ങനെ പാവങ്ങളായിട്ടുള്ള പിള്ളേർ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യരുത്. അതേപോലെ തന്നെ ഇതിന് എന്തൊക്കെ നെഗറ്റീവ് താഴെ വന്ന് പറഞ്ഞാലും നിങ്ങൾ ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യരുത്. ചെയ്തു എന്ന് നമ്മുടെ ഈ ഒരു ഇന്ത്യൻ്റെ ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻ വെച്ചിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. റീസെൻ്റ്ലി മഹാരാഷ്ട്രയിൽ ഇങ്ങനെയുള്ള പോക്സി സ്കീം ആയിക്കോട്ടെ, MLM സ്കീം ആയിക്കോട്ടെ, ഈ ഓരോ സ്കീമിനും ഇവർ റിട്ടേൺ ഗ്യാരണ്ടി കൊടുക്കണം എന്നുള്ളൊരു സംഭവം വന്നപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെയുള്ള പ്രൊജക്റ്റ് നിർത്തി പോവുകയാണ് ചെയ്തത്. അപ്പോൾ റീസെൻ്റ്ലി ഇനിയിപ്പോൾ നമ്മുടെ ഇന്ത്യയിലും അതെന്ത് വരണം, അങ്ങനെ ഒരു നിയമം വരണം. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ലോൺ എഗ്രിമെൻറ്റ് പോലെയും പൈസ കൊടുക്കുന്ന റിട്ടേൺ കിട്ടാനുള്ള ഒരു എഗ്രിമെൻറ്റ് അവരോട് ചോദിക്കണം. അത്രത്തോളം മിനിമം ഒരു ഇത് അറിവെങ്കിലും നിങ്ങൾ ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകൾ കാണിക്കുക. പെട്ടെന്ന് ആരെങ്കിലും കൂടെ പൈസ ഉണ്ടാക്കി, ഞാനിവിടെ എൻ്റെ അമ്മായിൻ്റെ മകൻ ബെൻസി വന്ന് ഇറങ്ങി, നിങ്ങൾക്കും ആ ബെൻസി വന്ന് ഇറങ്ങേണ്ടേ എടാ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ അതിൽ കൊണ്ട് നിങ്ങളുടെ വീട്ടുകാരുടെയൊന്നും അവൻ്റെയൊന്നും ഇല്ലാത്ത അഫോർഡബിൾ, നിങ്ങളോട് പറ്റാത്ത രീതിയിൽ നിങ്ങൾക്ക് അഫോർഡബിൾ ആവാത്ത രീതിയിലുള്ള പൈസയൊക്കെ ഇതിൽ ഇട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാ പൈസയും പോവും എന്നുള്ളൊരു കാര്യം നിങ്ങൾ 100% മനസ്സിലാക്കുക. ഇതിനൊക്കെ പ്രൂഫ് എവിടെടാ, ഇല്ലെങ്കിൽ നീയൊക്കെ ആരാടാ ചോദിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഫോണുണ്ട്, നിങ്ങളുടെ കയ്യിൽ യൂട്യൂബ് ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ നെറ്റ് ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഇല്ലെങ്കിൽ പുതിയൊരു ക്രിപ്റ്റോ എന്ന് പറയുമ്പോൾ ആ കാര്യങ്ങൾ സെർച്ച് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനുകൾ നിങ്ങളുടെ കയ്യിലുണ്ട്. എല്ലാത്തിലും സെർച്ച് ചെയ്യുക, ബാക്ക്ഗ്രൗണ്ട് നോക്കുക. അപ്പോൾ ആൾറെഡി തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഇങ്ങനെയുള്ള MLM സ്കീമും പോക്സി സ്കീമും ഈ ഒരു ക്യാബിയ കാർഡ് കിട്ടുന്നത് നമ്മുടെ ഇവിടെ 30% ടാക്സ് കൊടുക്കാതെയാണ് ചെയ്യുന്നത്. എപ്പോഴാണ് ഇവർ പൂട്ടിപ്പോകുന്നത്, ഒരുപാട് ആൾക്കാരുടെ കാർഡ് ബ്ലോക്ക് ആവുന്നുണ്ട്, പെട്രോൾ പമ്പിൽ യൂസ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ആൾറെഡി പ്രശ്നങ്ങളുണ്ട്. ഇതിൻ്റെയൊക്കെ പ്രൂഫ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രൂഫ് എൻ്റെ കയ്യിലുണ്ട്. ഇവർ പറഞ്ഞിട്ടുള്ള ഈ ഭീഷണിപ്പെടുത്തുന്ന വോയിസുകൾ എൻ്റെ കയ്യിലുണ്ട്. അതേപോലെ ഒരുപാട് ആൾക്കാർ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഡു യുവർ ഓൺ റിസർച്ച്. ഏതൊരു പ്രൊജക്റ്റിലും നിങ്ങളുടെ പൈസയാണ്, നിങ്ങൾക്ക് പൈസ ഇട്ട് കളയാം, എവിടെ വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷേ അത് സൂക്ഷിച്ചും കണ്ട് ചിലവാക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു.